നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം വേറൊന്നുമല്ല. ഇന്നലെ നെടുമങ്ങാട് ട്രാഫിക് സ്റ്റേഷനിൽ നിന്ന് ഒരു ഫോൺ കോൾ എനിക്ക് വന്നു. താങ്കളുടെ വാഹനം നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിന് സമീപത്തായിട്ടുള്ള കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലേക്ക് ഇറങ്ങിപ്പോകുന്ന വഴിയുടെ സൈഡിലായിട്ട് പാർക്ക് ചെയ്തിരിക്കുന്നു. ഏകദേശം 1 മണിക്കൂറായിട്ട് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതായിരിക്കും പരാതി. എന്നാൽ പോലീസിൻ്റെ ഈ ശുഷ്കാന്തിയെ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ട്രാഫിക് പോലീസിൻ്റെ നെടുമങ്ങാടിൻ്റെ ഗതാഗത കുരുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ 4 വരി പാതയാക്കുന്നതിനുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും നിലവിൽ ഉള്ള ട്രാഫിക് പോലീസിൻ്റെ ഒരു ഇടപെടൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള ശുഷ്കാന്തിയാണ് ഇന്നലത്തെ ഫോൺ കോളിലൂടെ എനിക്ക് മനസ്സിലായത്. എന്നാലും ആ പോലീസുകാരോട് ഒരു ചെറിയ കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. നെടുമങ്ങാട് നഗരസഭയുടെ ഒരു വാഹന പാർക്കിംഗ് കേന്ദ്രമാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ കേന്ദ്രം. ഇവിടുത്തെ വാഹന പാർക്കിംഗ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. ഇതാണ് ഏകദേശം 4-5 വാഹനങ്ങൾ മാത്രമാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത്. അതേസമയം ഈ വാഹന പാർക്കിങ്ങിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഗേൾസ് ഹൈസ്കൂളിൻ്റെ താഴെയുള്ള ഈ ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള റോഡ് വശത്തായിട്ട് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പോലീസ്, പ്രത്യേകിച്ച് ട്രാഫിക് പോലീസ് കാണിക്കുന്ന ഈ ശുഷ്കാന്തി തീർച്ചയായിട്ടും ഈ ഓരോരുത്തരെയും എന്നെ വിളിച്ച് വളരെ സ്നേഹപൂർവ്വം പറഞ്ഞത്, ദയവ് ചെയ്ത് ഇനി ഇവിടെ പാർക്ക് ചെയ്യരുത്. ഞാൻ ഇന്നലെ മുതൽ ഇവിടെ പാർക്ക് ചെയ്യില്ല എന്ന് സമ്മതിക്കുകയും ചെയ്തു. അതേസമയം ഈ റോഡ് വശത്ത് കാണുന്നില്ല, ഈ പാർക്കിങ് പോലീസിന് ബാധകമല്ല എന്നാണ് പറയുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ മാത്രമല്ല, നെടുമങ്ങാട് ആശുപത്രി, ബാങ്ക് ജംഗ്ഷൻ, അതുപോലെ തന്നെ ഈ ഗേൾസ് ഹൈസ്കൂളിൻ്റെ സമീപം, കൂടാതെ ഈ ഗേൾസ് ഹൈസ്കൂളിന് സമീപത്ത് നിന്ന് അല്ലെങ്കിൽ ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഈ കുപ്പക്കോണം റോഡിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഈ കുപ്പക്കോണം റോഡിൽ നമ്മൾ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ കൂടി നമുക്ക് കണ്ടു. വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു, ആർക്കും ഫൈനില്ല. ഇവിടെ പ്രധാനമായിട്ടും വക്കീലന്മാരുടെ വാഹനങ്ങളാണ് കൂടുതലും പാർക്ക് ചെയ്യുന്നത്. കണ്ടില്ലേ, 2 സൈഡിലുമുണ്ട്. ഇവിടെ കൂടും വിളവായതുകൊണ്ട് ഇതാണ് നോ പാർക്കിംഗ് ബോർഡുകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ പോലീസിൻ്റെ ശുഷ്കാന്തി ഈ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയോട് മാത്രമല്ല വേണ്ടത്,